തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് തുടങ്ങുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഔദ്യോഗികമായി അറിയിക്കാം. ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിൽ മികച്ച ചികിത്സ ലഭിക്കാൻ സംവിധാനമൊരുക്കും. വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. 2016 LDF സർക്കാർ വരുന്നതിന് തൊട്ടുമുൻപ് വരെ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് തിരുവനന്തപുരം ജില്ലാ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തും. അതായത് ജില്ലയിൽ തലസ്ഥാന ജില്ലയിൽ 2 മെഡിക്കൽ കോളേജുകൾ ഉണ്ടാകുമെന്ന തരത്തിലേക്ക് ഒരു പ്രഖ്യാപനം വന്നിരുന്നു. പിന്നീട് പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങുകയായിരുന്നു. കാരണം സർക്കാർ മാറുകയും പിന്നീട് വന്ന പിണറായി സർക്കാർ ഈ ഒരു പ്രപ്പോസൽ പരിഗണിക്കുകയും അത് പ്രായോഗികമല്ല എന്ന് കണ്ട് പിന്നീട് അത് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റ് അടിസ്ഥാന വികസനത്തിൽ മാറ്റം കൊണ്ടുവരികയും സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന തലത്തിൽ അതായത് കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ ഒരു ജില്ലാ ആശുപത്രിയുടെ കൂടുതൽ കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരിക എന്നതായിരുന്നു പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം. പക്ഷേ അതിൽ നിന്നൊരു മാറ്റം വന്നുകൊണ്ട് ഇപ്പോൾ 10 വർഷം LDF സർക്കാർ ഭരിക്കുകയും അതിനുശേഷം ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലേക്കുകയും VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഇപ്പോൾ അധികാരത്തിലിരിക്കുകയും ചെയ്തു. അതിൽ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കെ മുരളീധരൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് തിരുവനന്തപുരത്ത് രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് വരും, ജനറൽ ആശുപത്രിയെ മെഡിക്കൽ കോളേജ് തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണം. അത് രണ്ടാമത് ഞങ്ങൾ ആരംഭിക്കും. ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ആരംഭിക്കും. ഇനിയിപ്പോൾ 1 തൊട്ട് തുടങ്ങണം. കാരണം ഇതുവരെയുള്ള സംവിധാനം മുഴുവൻ തകർത്തു കഴിഞ്ഞ 10 വർഷം കൊണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു ജനറൽ ആശുപത്രി ജില്ലാ ആശുപത്രിയായിരുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിനെ അതിൽ നിന്നും ഉയർത്തി മെഡിക്കൽ കോളേജാക്കി മാറ്റിയത്. ആ സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളടക്കം ഉയർന്നിരുന്നെങ്കിലും പിന്നീട് ഘട്ടം ഘട്ടമായി അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അവിടെ MBBS പഠനമടക്കം ആരംഭിച്ചിരുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടുപോകുന്നു. അത്തരത്തിലൊരു മാറ്റമാണോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയെ ഉയർത്തിക്കൊണ്ടുവരുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഇന്ന് പറഞ്ഞ മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമല്ല. സാധാരണ രീതിയിൽ ജില്ലാ ആശുപത്രി ഉയർത്തിക്കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജ് ആക്കുക എന്നതായിരുന്നു മഞ്ചേരിയുടെ ഒരു ഉദാഹരണം അടക്കം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി സംഭവിക്കുക. പക്ഷേ തിരുവനന്തപുരത്തിന് രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് ആശുപത്രി ഉണ്ടാകും. അതിൽ കൃത്യമായൊരു പ്രഖ്യാപനം വാർത്താ സമ്മേളനം നടത്തി തന്നെ ഉണ്ടാകുമെന്നാണ് കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായത്. അത് സാധാരണ രീതിയിൽ ജില്ലാ ആശുപത്രിയെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന തരത്തിൽ തന്നെയാണ്. അതെന്തായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ അതിലൊരു വ്യക്തത വരും. കിഫ്ബി ഫണ്ട് അടക്കം ഉപയോഗിച്ചായിരുന്നു LDF സർക്കാർ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയത്. അത് മെഡിക്കൽ കോളേജ് എന്ന തലത്തിലേക്ക് എത്തിക്കുമോ UDF സർക്കാർ എന്ന ചോദ്യം ഇനിയും നിലനിൽക്കുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അതിൽ വ്യക്തത വരികയും ചെയ്യും. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.